പ്രിന്റ് മാറ്റുക. അതായത് നമ്മുടെ ഉള്ളിലുള്ള ബ്ലൂ പ്രിന്റ് അനുസരിച്ചുള്ള ലൈഫേ നമുക്ക് ഉണ്ടാവും. എല്ലാവർക്കും അറിയാം, ഓരോ ആളുകളുടെ ഉള്ളിലും ഒരു മാപ്പ് ഉണ്ട്, ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. ഏതുപോലെ ചോദിക്കുകയാണെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ മാപ്പ്, സ്ട്രക്ചർ, അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ജോലിക്കാര് ഉണ്ടാക്കുന്ന ബിൽഡിങ്ങിന് ആ ബ്ലൂ പ്രിന്റ് അതനുസരിച്ച് മാത്രമായിരിക്കും. അതിൽ അപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല. അപ്പോ ഈ ഒരു ബ്ലൂ പ്രിന്റ് അനുസരിച്ചാണ് നമുക്ക് ലൈഫ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എങ്ങനെ ഈ ബ്ലൂ പ്രിന്റിൽ ഇടപെടാം? എങ്ങനെ നമ്മുടെ ഉള്ളിൽ കയറിയ വൈറസുകൾ അതൊരു ബ്ലൂ പ്രിന്റിൽ ഉണ്ടാവും. അങ്ങനെ വൈറസ് ബ്ലൂ പ്രിന്റിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വൈറസ് ആയിരിക്കും. സാമ്പത്തികമായിട്ട് നമ്മുടെ കയ്യിൽ പണം വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തുള്ള ബ്ലൂ പ്രിന്റിന്റെ ആനുപാതികമായിട്ടല്ലാതെ ചില്ലിക്കാശ് നമ്മുടെ കയ്യിൽ പണമായിട്ട് വരില്ല. ചില്ലിക്കാശ് വരില്ല. നമ്മുടെ കുടുംബ ജീവിതം എങ്ങനെയാണോ നമ്മുടെ ബ്ലൂ പ്രിന്റ് അതനുസരിച്ച് മാത്രമേ നടക്കൂ. ഡിവോഴ്സ്, വൈവാഹിക പരാജയങ്ങൾ, ബിസിനസ്സിലെ വിജയപരാജയങ്ങൾ, നമ്മുടെ എഡ്യൂക്കേഷൻ, ഇതെല്ലാം നമ്മുടെ ഉള്ളിലെ ബ്ലൂ പ്രിന്റ് അനുസരിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ, നമ്മുടെ അടുത്തോട്ട് പണം കൂടുതൽ വരണമെങ്കിൽ, നമ്മൾ കുറെ കൂടി മെച്ചപ്പെട്ട രൂപത്തിലോട്ട് നമ്മുടെ ജീവിതം മറിയണമെങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ള ടെൻഷൻ, ആൻസൈറ്റി, അങ്ങനെ ഒത്തിരി ഇഷ്യൂസുമായി പല ആൾക്കാരും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹാപ്പി പാർക്കിലൂടെ കടന്നുപോയി ബ്ലൂ പ്രിന്റിൽ ഇടപെട്ട് ജീവിതം മാറ്റിയ ഒട്ടനവധി ആളുകൾ, അടിവേരോടുകൂടി ജീവിതം മാറിയ ആളുകളുണ്ട്. നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, കാരണം ചില ആളുകളൊക്കെ ചോദിച്ചു, സർ ഒത്തിരി ടെൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആൻസൈറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ആൻസൈറ്റിയും ടെൻഷനും സ്ട്രെസ്സും ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും മാറ്റുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണോ എന്ന് ഒന്നോ രണ്ടോ ആളോ, ഒറ്റ ആൾ അതിനെ സമയം ഉണ്ടാവുള്ളൂ, ഒരാളുടെ അനുഭവത്തിന് ശേഷം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ബ്ലൂ പ്രിന്റ് ഉണ്ടാവുന്നത്, ഈ ബ്ലൂ പ്രിന്റിനെ എങ്ങനെ നമുക്ക് മാറ്റി പുനഃസ്ഥാപിക്കാം എന്നതുമായി ബന്ധപ്പെട്ട അതിശക്തമായ, നിങ്ങളുടെ ജീവിതത്തെ വളരെ ശക്തമായി സ്വാധീനിക്കുന്ന ഒരു സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം പറയുന്നു, ജീവിതത്തിൽ ഈ ബ്ലൂ പ്രിന്റിൽ ഇടപെടുവാൻ സാധിച്ച ഹാപ്പി പാർക്കിന്റെ ഒത്തിരി സംഭവങ്ങൾ, ഹാപ്പി പാർക്കിൽ ഒരുപാട് ഇങ്ങനെയുള്ള സൗജന്യ ക്ലാസ്സുകളുണ്ട്, EFT പോലുള്ള ക്ലാസ്സുകളുണ്ട്, ട്രഷർ പോലുള്ള വലിയ കോഴ്സുകളുണ്ട്, 10-60ഓളം സെഷൻസുകളുള്ള, കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കോഴ്സുകൾ പ്രൊമോട്ട് ചെയ്യുന്ന, ഏകദേശം ഒരു മാസത്തിൽ എല്ലാ സൺഡേസും, ഒരു സൺഡേസ് പോലും ഒഴിവില്ലാതെ നിരന്തരമായി സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഹാപ്പി പാർക്ക്. ഈ ഹാപ്പി പാർക്കിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ബ്ലൂ പ്രിന്റിന് മാറ്റം വന്ന ഒത്തിരി ആൾക്കാർ, ഇവിടെ ഒരുപാട് ആൾക്കാർ നേരത്തെ പറഞ്ഞതാണ്. എന്നാൽ ഇതുവരെ മൈക്കിന് മുമ്പിൽ വരാൻ ഒരാൾ ഒന്ന് സംസാരിച്ചാൽ നന്നായിരുന്നു. ഏതെങ്കിലും ഒരാൾ ആദ്യമായിട്ട് സംസാരിക്കുന്ന ഒരാൾ വന്നാൽ വളരെ നന്നാവും. പ്ലീസ് കം ടു ദി മൈ പോയിന്റ്. ബ്ലൂ പ്രിന്റിൽ ഇടപെടുവാൻ സാധിച്ച് ലൈഫിൽ മാറ്റമുണ്ടായ ഒരാൾ, പ്ലീസ് കം. ആരാണ് വരിക? കേൾക്കാമോ? കേൾക്കാം, പറയൂ. ഒരാൾ സംസാരിച്ചോളൂ. ഇപ്പൊ EFTയുടെ അഡ്വാൻസ് ഒക്കെ കഴിഞ്ഞു, ട്രഷറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു, ബ്ലൂ പ്രിന്റിൽ മാറ്റമുണ്ടായി, ജീവിതത്തിൽ അടിമുടി മാറ്റമുണ്ടായ ഒരാൾക്ക് സംസാരിക്കാം. പ്ലീസ് കം. പുതിയ ആൾക്കാർ പറയൂ. മൈക്കോണാക്കി പറയൂ, കേൾക്കുന്നില്ല. മൈക്കോണാക്കി പറയൂ. ഞാനൊരു ദിവസം അങ്ങനെ യൂട്യൂബിലൊരു ക്ലാസ് ഇങ്ങനെ കേട്ടിരുന്നു. ആ ക്ലാസ് കേട്ടിട്ട് ഞാന് മനസ്സിനെ എങ്ങനെ
പിന്നെ ടെൻഷൻ മാറ്റാമെന്നുള്ളൊരു ഇതായിരുന്നു. അത് കേട്ടിട്ട് ഞാൻ അതിൽ പറഞ്ഞത് കൂട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി. അങ്ങനെ ഒരാഴ്ച ചെയ്തപ്പോഴത്തേക്ക് വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മാറ്റം, ഒരു ഫീലിംഗ്, ഒരു സന്തോഷം എനിക്ക് അനുഭവപ്പെട്ടു. ഓക്കെ, വളരെ വളരെ സന്തോഷം. അതേപോലെ തന്നെ നമ്മുടെ കോഴ്സിലൊക്കെ പങ്കെടുത്തിട്ട് വലിയ മാറ്റം ഉണ്ടായ ഒരാൾ സംസാരിച്ച്, പ്ലീസ് കം ടു മൈ പോയിന്റ്. ആൾക്കാർ, ഒത്തിരി ആൾക്കാരുണ്ട്, നൂറുകണക്കിന് ആൾക്കാരുണ്ട്. സംസാരിച്ച് ഒരാള് കോഴ്സിൽ പങ്കെടുത്ത, ലൈഫിൽ ബ്ലൂ പ്രിന്റിൽ മാറ്റം ഉണ്ടായ ഒരാൾ സംസാരിച്ച്, പ്ലീസ് കം ടു മൈ പോയിന്റ്. ആരാണ് സംസാരിക്കുന്നത്? മൈക്ക് ഓൺ ആക്കണം. മൈക്ക് ഓൺ ആക്കിയേ സംസാരിക്കാവൂ. മൈക്ക് ഓൺ ആക്കി സംസാരിക്കും. ആ, പേരെന്തായിരുന്നു? കേൾക്കുന്നില്ല, സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. മൈക്ക് ഓൺ ആക്കൂ. ഹലോ, മൈക്ക് ഓൺ ആക്കി സംസാരിക്കൂ. ആരായിരുന്നു? എത്ര ആളുകളുണ്ട്! സാർ ഞാൻ പറയാം, ഞാൻ ആദ്യമായിട്ടല്ല, അതുകൊണ്ടാണ് പറയുന്നത്. ആ, മനസ്സിലായി. പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഞാൻ റിജു, കണ്ണൂർ, കൂത്തുപറമ്പ് വന്ന സ്ഥലം. ഞങ്ങൾക്ക് ഭയങ്കര നല്ല മാറ്റമാണ് സാർ ഉണ്ടായിട്ടുള്ളത്. IFT എല്ലാം പങ്കെടുത്തിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരാളോട് ഇങ്ങനെ ഒരു മൈക്കിൽ തന്നെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം വളരെ എന്ന് വെച്ചാൽ 100% വരെ മാറിപ്പോയി. അത്രക്കും നല്ല ഒരിതാണ്. പിന്നെ ഇടക്കിടക്ക് സാറെ ക്ലാസ്സിനും കൂടി ഒന്ന് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് നമുക്ക് ലോ ആയി പോകുന്ന തോന്നുന്നുണ്ട്. ഞാൻ അടുത്ത 23-ന്റെ പ്രോഗ്രാമിന്റെ ഇത് ബുക്ക് ചെയ്യണം. അതൊരു ഭയങ്കര സംഭവം സാറ്. സാറിന്റെ ക്ലാസ്സും കൂടി പങ്കെടുത്തില്ലെങ്കിൽ ചെറുതായിട്ട് ലോ ആയി പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അതുകൊണ്ട് അത്രയും ടൈം എടുത്തിട്ട് ഇതുവരെ. ശരി സാറ്. ഓക്കെ. ഇനി പുതിയ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഒരാൾക്ക് സംസാരിക്കും, ഒറ്റ ആൾക്ക്. സാർ, എനിക്ക് സംസാരിക്കാൻ ഒരാഗ്രഹം. ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു മാറ്റം ഇതിൽ പങ്കെടുത്ത് എനിക്ക് പഴയ രീതിയിൽ എങ്ങനെയെങ്കിലും എത്താനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ മെഡിറ്റേഷനും പിന്നെ മനസ്സിന് ചേഞ്ചിന് വേണ്ടി അഫർമേഷൻസ് എല്ലാം ഞാൻ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാറുണ്ട്. ഓക്കെ ഓക്കെ സാർ, ഓക്കെ സാർ ആദ്യമായിട്ട് വരില്ലേ? ഇതിൽ നേരത്തെ പങ്കെടുത്ത് ഒത്തിരി ലൈഫിൽ മാറ്റം ഉണ്ടാക്കിയ ഒരുപാട് ആളുകളുണ്ട്. ഈ മിക്കവാറും ഇരിക്കുന്ന ആൾക്കാരൊക്കെ അതിൽപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ ഞാൻ കുറെ കൂടിയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരാളോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് അവർ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആരും ഒരുപക്ഷെ ഇത്രയും ആൾക്കാരുള്ള സംസാരിക്കാനുള്ള പ്രയാസമായിരിക്കാം. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? പ്ലീസ്, എനിവൺ, അല്ലെങ്കിൽ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സാറേ, എനിക്ക് EFT പങ്കെടുത്തിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ ഓക്കെ, ടെൻഷൻ കുറഞ്ഞില്ലേ? ടെൻഷൻ കുറഞ്ഞു. ഓക്കെ, കുറെ കൂടി സമാധാനമായി ജീവിക്കാൻ പറ്റുന്നു. എബി ഒന്ന് പറയൂ. എബി, വാട്ട് യു ഫീൽ? സാർ, പുതിയ ആൾക്കാർ പറയട്ടെ എന്ന് പറഞ്ഞാണ് സംസാരിക്കായിരുന്നത്. ഞാൻ പങ്കെടുത്തതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു കാഴ്ചപ്പാടോട് കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷൻ, സാറോടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു, ഒരു ഡിപ്രഷൻ അങ്ങനെ ഉണ്ടായിരുന്നു. നമുക്ക് ഇല്ലാത്തൊരു ഇതില്ലായിരുന്നു. ഞാൻ സാധാരണക്കാരൻ ഒരു വ്യക്തിയാണ്. കാരണം സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ്. പക്ഷെ ഇതിലെത്തിയതിനു ശേഷം എന്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ കാഴ്ചപ്പാട് ജീവിതത്തെ കാണാൻ സാധിച്ചു. അതുമല്ല, കഴിഞ്ഞ ക്ലാസ്സുകൾ കഴിഞ്ഞ ഭയങ്കര പുതിയൊരു ഊർജ്ജമാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഓരോ ക്ലാസ്സിന് വേണ്ടി പരമാവധി ലൈവിൽ തന്നെ പങ്കെടുക്കാൻ ഞാൻ ശ്രമിക്കുന്ന പറഞ്ഞാൽ അത്രയ്ക്കും ഒരു പോസിറ്റീവ് മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നമുക്കത് നമുക്ക് നേരിടാൻ സാധിക്കുന്നുള്ളൊരു ഉറപ്പ് എനിക്ക് ഈ കോഴ്സിൽ നിന്ന് കിട്ടിയതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മെന്റേഴ്സ്, അവരെ നമ്മളെ ഏത് സമയവും നമ്മൾ എന്താവശ്യം, നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ വരെ പങ്കുവെച്ച് നമുക്കവർ സംസാരിക്കും. നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നത്തിനും നമുക്ക് പരിഹാരം അവർ നിർദ്ദേശം കണ്ടിന്യൂ ചെയ്താൽ. ഇപ്പൊ പുതിയ ആൾക്കാരോട് പറഞ്ഞ ഒരു ബീന മാഡം, പിന്നെ വേറൊരു വ്യക്തി പറഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ മാറ്റണം എന്നൊക്കെ പറഞ്ഞു. ഇതിനകത്ത് പങ്കെടുത്തൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 100% പറയുന്നു, മാറിയിരിക്കും. നമ്മളത് മാറ്റാനുള്ള കഴിവ് നമ്മുടെ ഈ ഹാപ്പി പാർക്കിന്റെ ഇതിനുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു.
കാരണം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറിയ ഒരാളാണ്. താങ്ക്സ് സർ. ഓക്കെ. ശരി, നമുക്ക് അതിന്റെ അവസാനത്തെ സെഷനിൽ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. ഇപ്പോൾ സമയം വളരെ കുറവാണ്, അതുകൊണ്ട് നമുക്ക് സെഷനിലൂടെ കിടക്കാം. അപ്പോ നമ്മൾ കേട്ടു എന്താണ് സംഭവം എന്നുള്ളത്. ഈ എല്ലാ പ്രശ്നത്തിനും കാരണം നമ്മുടെ ഉള്ളിലെ ബ്ലൂ പ്രിന്റ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എല്ലാ ഇഷ്യൂസിനും കാരണം ബ്ലൂ പ്രിന്റ് ആണെങ്കിൽ ഈ ബ്ലൂ പ്രിന്റിനെ തിരിച്ചറിയുക എന്നതാണ് ആദ്യത്തെ പണി. അപ്പൊ ആദ്യം 3 രൂപത്തിലാണ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ ബ്ലൂ പ്രിന്റ് ഉണ്ടാവുന്നത്. ഒരു മനുഷ്യന്റെ ഉള്ളിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത്, ഒരാളുടെ അകത്തെ ലോകം ഉണ്ടാകുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തത് വെർബൽ പ്രോഗ്രാമിംഗ് എന്ന് പറയും. ഉദാഹരണമായിട്ട് ചെറിയ പ്രായം മുതൽ മുതിർന്ന ആളുകളിൽ നിന്ന് കേൾക്കുന്ന അവരുടെ വിശ്വാസവും അവരുടെ കാഴ്ചപ്പാടും അനുസരിച്ചുള്ള വാക്കുകൾ, അതാണ് വെർബലായിട്ട് പറയുന്ന വാക്കുകൾ. ഈ വാക്കുകൾ മനസ്സിന്റെ ഉള്ളിൽ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുവാനും ബ്ലൂ പ്രിന്റായി മാറുവാനും സാധിക്കുന്നു. ഉദാഹരണം ഞാൻ പറയാം. ഒരു വീട്ടില് ഒരു മാതാവും ഒരു പിതാവും, സ്വാഭാവികമായിട്ടും മാതാവും പിതാവും സാമ്പത്തികമായിട്ട് പ്രശ്നത്തിലോ അല്ലെങ്കിൽ കുടുംബപരമായ ഇഷ്യൂസിലോ ഒക്കെ ആണെങ്കിൽ അവർ തമ്മിൽ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. ഈ വാക്കുകൾ ചെറിയ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ബ്ലൂ പ്രിന്റ് ആയിട്ട് വിത്തായിട്ട് അവിടെ കിടക്കും. അതാണ് വെർബൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഒട്ടുമിക്ക ആളുകളുടെയും പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, പണമുണ്ടായാൽ, പൈസ കയ്യിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ആളുകൾക്ക് പരിഹാരമാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പണത്തിന്റെ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടിൽ ആവശ്യത്തിന് പണം ഉണ്ടാവില്ല. അപ്പൊ കുഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യത്തിന് ചോദിക്കുമ്പോഴേക്കും പണവുമായി ബന്ധപ്പെട്ട് വളരെ വേദനയോടുകൂടി സംസാരിക്കും. അത്രയും പണം വേണോ? പണം നിനക്കറിയില്ല, അച്ഛൻ്റെ കയ്യിൽ പണമില്ല, നമ്മൾ പാവപ്പെട്ട ആൾക്കാരാണ്, നിനക്കറിയില്ലേ? ഈ വാക്കുകൾ, പണം എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. പണം കിട്ടുക എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള കാര്യമല്ല. പണം എന്ന് പറയുന്നത് എന്താ പറയാ, വളരെ വളരെ കഠിനമായി അധ്വാനിച്ച് എല്ലുമുറിയെ പണിയെടുത്താൽ എന്തെങ്കിലും ഒരു ഉറ്റി കിട്ടും. അപ്പൊ ഈ വാക്കുകൾ, ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ശ്രദ്ധിക്കണം. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രൂപത്തിലുള്ള ആളുകൾ ഈ വാക്കുകൾ, അതല്ലെങ്കിൽ ഡോക്ടർ ആവുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം, അതൊന്നും നമുക്ക് നടക്കില്ല. നോക്കണം, ഡോക്ടർ ആകുവാൻ നമുക്ക് കഴിയില്ല. ഈ സ്റ്റേറ്റ്മെന്റ്, ഈ വെർബൽ, ഡോക്ടർ ആകുവാൻ നമുക്ക് കഴിയില്ല. IAS സ്വപ്നം കാണാൻ നടക്കൂല. നമ്മളെ കയ്യിൽ വേണ്ടത്ര പണമില്ല. പണം എന്നത് വളരെ പ്രയാസപ്പെട്ട് ഉണ്ടാക്കേണ്ട കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ വാക്കുകൾ വെർബലായി തന്നെ ഉള്ളിൽ കുത്തിവെക്കപ്പെടും. അതൊരു ബ്ലൂ പ്രിന്റ് ആയിട്ട് അവിടെ പതിയും. അതാണ് വെർബൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ അതൊക്കെ കേട്ട് അതേ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ, അതേ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഉള്ളിൽ ബ്ലൂ പ്രിന്റ് ആയിട്ട് ഉല്ലേഖനം ചെയ്ത് നമ്മൾ വളർന്നു വലുതായി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കളോട് പറയും, പണം മരത്തിൽ കായ്ക്കുന്ന ഒന്നല്ല. എന്താണോ നമ്മുടെ ഉള്ളിൽ ബ്ലൂ പ്രിന്റ് ആയി കിട്ടിയത് അത് തന്നെ മക്കളോട് പറയും ചെയ്യും. മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ ആ പറഞ്ഞു കേട്ട വെർബലായിട്ട് കേട്ട അതേ അളവിൽ നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവില്ല. എന്തൊരു കാര്യത്തിന് നോക്കുകയാണെങ്കിലും പൈസ എന്ന് പറഞ്ഞ സാധനം കയ്യിൽ ഉണ്ടാവില്ല. എപ്പോഴും ഒട്ടിയ വയറ് പോലെ ഒഴിഞ്ഞ കീശയായിരിക്കും. എന്തെല്ലാം വാക്കുകളാണോ ചെറിയ പ്രായത്തിൽ കേട്ടത് അതനുസരിച്ചുള്ള ഒരു ജീവിതമായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പൊ ഒന്നാമത്തത് വെർബൽ പ്രോഗ്രാം. മനസ്സിലായില്ലേ? ഈ പ്രോഗ്രാമിംഗ് കിട്ടിക്കഴിഞ്ഞാൽ, വലുതായി കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ബ്ലൂ പ്രിന്റിൽ ഉല്ലേഖനം ചെയ്യപ്പെടുകയും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോടത് പറയുകയും അവർ അവരുടെ കുഞ്ഞുങ്ങളോട് പറയുകയും അങ്ങനെ പോകും. എന്നാൽ ഹാപ്പി പാർക്കിനെ പോലുള്ള ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ വന്ന് ബ്ലൂ പ്രിന്റ് മാറ്റി ജീവിതം അടിമുടി മാറ്റിയാൽ സമ്പത്ത് ഒഴുകി വരും. ഒരു സംശയമില്ല. പണത്തിന് യാതൊരു പഞ്ചവും ഇല്ല ഈ ലോകത്ത്. സത്യമത.
ഉദാഹരണമായിട്ട് നമുക്കറിയാം, സമുദ്രത്തിൽ മത്സ്യങ്ങൾക്ക് ഒരു പഞ്ചവും ഇല്ല, അത്രയുമുണ്ട്. കടൽക്കരയിൽ പോയാൽ മണലിന് ഒരു പഞ്ചവും ഇല്ല, എണ്ണിയാൽ തീരാത്ത അത്രയുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഗാലക്സികൾ എണ്ണിയാൽ തീരാത്ത അത്രയുണ്ട്, നക്ഷത്രങ്ങൾ എണ്ണിയാൽ തീരാത്ത അത്രയുണ്ട്. ഈ ലോകത്ത് എല്ലാവരും ശ്വസിക്കുകയാണെങ്കിൽ വായു വറ്റുകയില്ല, അത്രയും സമൃദ്ധമാണ് ഈ ലോകം. പക്ഷേ ഈ തരത്തിലുള്ള വെർബൽ പ്രോഗ്രാമിങ്ങോട് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആ വാക്കുകൾ അങ്ങനെ തന്നെ കൊത്തിവെക്കപ്പെട്ടാൽ അതൊരു ബ്ലൂ പ്രിന്റായി മാറുകയും ആ ബ്ലൂ പ്രിന്റ് അനുസരിച്ചല്ലാതെ നമ്മുടെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കുകയില്ല, നമുക്ക് പണം വരില്ല. വന്നാൽ തന്നെ എന്തുകൊണ്ടാണ് ഈ ലോട്ടറി അടിച്ച ആൾക്കാരൊക്കെ പിന്നീട് മോശമായ അവസ്ഥയിലോട്ട് പോകാൻ കാരണം? ലോട്ടറി അടിച്ച ആൾക്കാരുടെ ഉള്ളിൽ ഈ പണത്തിന്റെ ബ്ലൂ പ്രിന്റ് ഇല്ല. അവരുടെ മനസ്സിൽ ഒരു 10 ലക്ഷമോ 50 ലക്ഷമോ 1 കോടിയോ ഒന്നും കൊള്ളുവാനുള്ള വലിപ്പം അവരുടെ മനസ്സിലില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അതുകൊണ്ട് സംഭവിക്കുന്നത് പണം കിട്ടുമ്പോഴേക്കും ആ പണം മുഴുവനും പോകും. ഉള്ളിൽ കൊള്ളാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? മൊത്തം പോകും. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു പെൺകുട്ടി അമ്മയോട് ചോദിക്കുകയാണ്, എനിക്ക് ടൂറ് പോകണം, കുറച്ച് പൈസ വേണം. അപ്പൊ ഉമ്മ പറയാണ്, മോളെ ഞാൻ ജോലിക്ക് പോകുന്നില്ലല്ലോ, അച്ഛനോട് ചോദിച്ചു നോക്ക്. അപ്പൊ അച്ഛനോട് ചോദിച്ചു. പിന്നെ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പറയാണ്, എനിക്ക് പുസ്തകം വേണം, ക്യാഷ് വേണം, അച്ഛനോട് ചോദിച്ചു നോക്ക്. ഞാൻ ജോലിക്ക് പോകുന്നില്ലല്ലോ. മനസ്സിലായോ? എനിക്ക് കോളേജിൽ ഫീസ് കൊടുക്കണം, അച്ഛനോട് ചോദിച്ചു നോക്ക്. അല്ലെങ്കിൽ പറയുന്നു, ദേ കുഞ്ഞിന് ഈ ക്യാഷ് വേണം കേട്ടോ, റെക്കമെൻഡേഷൻ നടത്തുന്നു, ക്യാഷ് കിട്ടുന്നു. അപ്പൊ അവിടെ സംഭവിക്കുന്നത് ഈ കുഞ്ഞിന്റെ കയ്യിൽ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാവുന്നു. ആ ബ്ലൂ പ്രിന്റ് എങ്ങനെയാണ് ചോദിക്കുകയാണെങ്കിൽ, പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് അത് പുരുഷന്മാരാണ്, എനിക്ക് ഏണിങ് വേണ്ട, എനിക്ക് ഏണിങ് കിട്ടില്ല, സ്ത്രീകൾക്ക് ഏൺ ചെയ്യാൻ കഴിയില്ല, പണം നേടാൻ സ്ത്രീകൾക്ക് കഴിയില്ല, പുരുഷനിൽ നിന്ന് ലഭിക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന ഒരു സോഫ്റ്റ്വെയർ ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ ഉല്ലേഖനം ചെയ്യപ്പെടുമ്പോഴാണ് ഈ കുട്ടി ഏൺ ചെയ്യാത്തൊരവസ്ഥയിലോട്ട് പോവുകയും ചെയ്യും. അതിനു പുറമെ തൻ്റെ കുഞ്ഞുങ്ങളോടും ഇതേ വർത്താനം പറയും, ഇതേ സംസാരിക്കും. ഇത് വലുതായി കഴിഞ്ഞാൽ, ഈ ലേഡി വലുതായി കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് അതിന്റെ മക്കളോട് എന്താ പറയാ, അമ്മേ ടൂർ പോകണം, ക്യാഷ് വേണം, അച്ഛനോട് ചോദിക്കും. എന്താണോ തൻ്റെ മകള് തൻ്റെ അമ്മ തന്നോട് പറഞ്ഞത് അത് തന്നെ ഇതിന്റെ കുട്ടിയോട് പറയും. മനസ്സിലായില്ലേ? അപ്പൊ അത് എന്താണ്? അത് കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ആണ്. പണം അച്ഛനോട് ചോദിച്ചു നോക്കൂ. പൈസ പുരുഷന്മാരാണ് ഉണ്ടാക്കേണ്ടത്, പുരുഷനെ ഡിപ്പെൻഡ് ചെയ്തേ പണം ഉള്ളൂ എന്ന ഈ വാക്ക് നിരന്തരമായി പോകുമ്പോൾ അതൊരു ബ്ലൂ പ്രിന്റ് ആയിട്ട് മാറും. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ വാക്കുകൾ കൊണ്ട് മനുഷ്യന്റെ ഉള്ളിൽ ബ്ലൂ പ്രിന്റ് ഒത്തിരി ഉണ്ടാവും. ഒരു കുട്ടിയോട് നമ്മുടെ ലെവലിൽ നിന്നുകൊണ്ട് ചെറിയൊരു കുട്ടിയോട് നമ്മൾ സംസാരിക്കുക. നമ്മുടെ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കുട്ടി തൻ്റെ പിതാവിനെ നോക്കുമ്പോൾ ഒരു കുഞ്ഞിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. നമ്മുടെ ഒരു എന്താ പറയാ, 2 വയസ്സോ 3 വയസ്സോ ഒക്കെ ഉള്ള കുഞ്ഞ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയിന്റെ അത്ര പോലും വലിപ്പം ഇല്ലാത്ത ഈ കുഞ്ഞ് മുകളിലേക്ക് നോക്കുക, തന്റെ പിതാവിനെ നോക്കാൻ വേണ്ടി. പിതാവിനെ നോക്കുമ്പോൾ പിതാവ് ഒരു വലിയ രൂപമാണ്, ഒരു തെങ്ങിനോളം വലിപ്പം. നമ്മളൊരു തെങ്ങിനെ നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അതേ രൂപത്തിലാണ് ഒരു കുഞ്ഞ് തൻ്റെ രക്ഷിതാവിനെ അല്ലെങ്കിൽ മുതിർന്ന ഒരാളെ നോക്കുന്നത്. ആ നോക്കുന്ന സമയത്ത് അതിനോടാണ് ആ രക്ഷിതാവിന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പറയാണ്, എടാ മഠയാ, നീ അപ്പുറത്തെ കുഞ്ഞിനെ അത്ര സ്മാർട്ടല്ല, നീ മിടുക്കനല്ല, നിനക്ക് കഴിവില്ല, നീ പഠിക്കാൻ കൊള്ളുന്നവനല്ല, നീ അച്ചടക്കമില്ലാത്തവനാണ്, നിനക്ക് അടക്കമില്ല, നിനക്ക് ഒതുക്കമില്ല, വൃത്തിയില്ല. നോക്കണം ഈ വാക്കുകൾ, അടക്കമില്ല, ഒതുക്കമില്ല, വൃത്തിയില്ല, മറ്റുള്ളവന്റെ അത്ര കഴിവില്ല, കുരുത്തം കെട്ടവൻ, ഇതൊക്കെ വെർബൽ പ്രോഗ്രാമിംഗിൽ പെടും. അപ്പൊ ഈ വാക്കുകളൊക്കെ നിരന്തരമായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഉപയോഗിച്ച് കൊടുത്താണ് ഈ സമൂഹം ഇന്ന് മരടിച്ചു പോയത്, വളരാൻ സാധിക്കാതെ. ഞാൻ എത്രയോ ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്, നല്ല ടാലന്റഡ് ആയിരിക്കും, പക്ഷേ ഈ ബ്ലൂ പ്രിന്റിൽ കുടുങ്ങിക്കിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മളത് പൊട്ടിക്കാനുള്ള വഴികളൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലാസ്റ്റ് പറയും. അതുകൊണ്ട് എല്ലാവരും മുഴുവൻ സമയം കേട്ടിരിക്കണം. മൈ ഡിയർ ഫ്രണ്ട്സ്,
ഒന്നാമത്തെ കാര്യം മനസ്സിലായോ? പ്ലീസ് ടൈപ്പ് എസ് ഓർ നോ. വെർബൽ പ്രോഗ്രാമിംഗ് മനസ്സിലായോ? പ്ലീസ് ടൈപ്പ് എസ് ഓർ നോ. പ്ലീസ് ടൈപ്പ് എസ് ഓർ നോ. ഇതാണ് വെർബൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പ്ലീസ് ടൈപ്പ് എസ് ഓർ നോ. സൗണ്ട് ഇല്ല എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. സൗണ്ട് ഇല്ലാത്തത് കൊണ്ടല്ല, അത് സൗണ്ട് ഉണ്ട്, അത് അവര് ഓൺ ആക്കാത്തത് കൊണ്ടാണ്. ഇതിനെയാണ് നമ്മൾ വെർബൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോഗ്രാമിംഗ് നോക്കാം. അപ്പൊ നമ്മൾ മക്കളോട് പറയുമ്പോൾ ഒക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന ഒരു വാക്കും മിസ്സാവില്ല. ഓരോ വാക്കും നമ്മുടെ തലച്ചോറിൽ ആ രൂപത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെടും. ഇനി രണ്ടാമത്തെ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ മോഡലിംഗ് ആണ്. എങ്ങനെയാണ് മൈൻഡിൽ പ്രോഗ്രാം ആവുക അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് ആവുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, മോഡലിംഗ്, അതായത് ഒരു കുഞ്ഞ് എന്താണോ കാണുന്നത് അത് തന്നെ മോഡൽ ചെയ്യുക. മറ്റേത് കേൾക്കുക, വാക്കുകൾ കേൾക്കുക, ആ വാക്കുകൾ അങ്ങനെ തന്നെ മനസ്സിൽ കൊത്തിവെച്ച് പ്രോഗ്രാമിംഗ് ചെയ്യുക എന്നതാണ്. അതായത് പൈസക്കാരാവാൻ കഴിയില്ല എന്ന ഒരു വാക്ക്, ആ വാക്ക് മതി, അത് ഉപബോധ മനസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ബ്ലൂ പ്രിന്റ് ആവും. ഇയാൾ എത്ര പൈസക്കാരനാവാൻ ശ്രമിച്ചാലും താഴോട്ട് വീഴും, പിന്നെയും ദരിദ്രനാവും. ലോട്ടറി അടിച്ചാലും വീണ്ടും ദരിദ്രനാവും. ആ ബ്ലൂ പ്രിന്റിൽ ഉള്ള ആ ഒരു സോഫ്റ്റ്വെയറിന് അനുപാതികമായിട്ടല്ലാതെ നയാ ചില്ലി പൈസ ഈ സാധുവിന്റെ ഇയാളുടെ പോക്കറ്റിൽ വരില്ല. അത് ആ വാക്ക് കൊണ്ടുള്ള പ്രോഗ്രാമിംഗ് ആണ്. രണ്ടാമത്തത് മോഡലിംഗ് ആണ്. മോഡലിംഗ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണം ഞാൻ പറയാം. ഒരു കുഞ്ഞ് കാണുകയാണ് തൻ്റെ പിതാവ് രാവിലെ എഴുന്നേൽക്കുന്നു, ദിനചര്യകൾക്ക് ശേഷം ഫ്രഷായി കാറെടുത്ത് ഓഫീസിലോട്ട് പോകുന്നു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. തിരിച്ചു വരുന്നു, ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ട്. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, അച്ഛൻ്റെ ഈ പ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടി, അല്ലെങ്കിൽ അമ്മയുടെ പ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ഉദ്യോഗം വളരെ സെക്യൂർ ആണ്. കാരണം വേറെ ജോലി നോക്കേണ്ട ആവശ്യമില്ല. പെൻഷൻ പറ്റുന്നവരെ 60 വയസ്സ് വരെ സാലറി ഉണ്ടാവും. 60 വയസ്സിന് ശേഷം മരണം വരെ പെൻഷൻ ഉണ്ടാവും. സെക്യൂർ ആണ്. ആളുകൾക്കിടയിൽ നിലയും വിലയും ഉണ്ടാവും എന്നൊക്കെ ഈ ഉദ്യോഗസ്ഥൻ ഇടയ്ക്ക് പറയുകയും, മാത്രമല്ല ഇദ്ദേഹം ഇങ്ങനെ ഡ്രസ്സ് മാറ്റി ഇങ്ങനെ പോവുകയും വരികയും ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ കുട്ടിക്ക് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ആവാൻ വലിയ പണിയുണ്ടാവില്ല. ആ മോഡലിംഗ് ആണ്. എങ്ങനെയാണോ താൻ കണ്ടത്, ആ കണ്ട മോഡലിംഗ് അവർ ഏത് PSC എഴുതിയാലും പെട്ടെന്ന് കിട്ടും. അങ്ങനെ മോഡലിംഗ് ഇല്ലാത്ത ആൾക്കാർ ഒരു 50 PSC എഴുതിയാലും ലിസ്റ്റിൽ വരില്ല. അതായത് അവർക്ക് കിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇപ്പൊ ഉദാഹരണമായിട്ടൊരു ബിസിനസ്മാൻ, ഫാദർ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നു, ഇങ്ങനെ കാണുന്നു, നല്ല ഒത്തിരി ഷോപ്പുകളുണ്ട്, ടെക്സ്റ്റൈൽസുകളുണ്ട്, മാളുകളുണ്ട്. ഈ കുഞ്ഞ് ഇതിങ്ങനെ കാണുകയാണ്. അപ്പൊ ഈ ബിസിനസിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഈ കുഞ്ഞിന്റെ ഉള്ളിൽ വരുന്നു. ബിസിനസിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഈ കുഞ്ഞിന്റെ ഉള്ളിൽ വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, പെട്ടെന്ന് ഫാദറിന് എന്തെങ്കിലും ഒന്ന് സ്ട്രോക്ക് വന്നു, അല്ലെങ്കിൽ മരണപ്പെട്ടു, അതുമല്ലെങ്കിൽ ഈ ബിസിനസ് കുഞ്ഞിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ, ഇവനൊരു 10ഓ 20ഓ വയസ്സായാൽ പോലും ഈ ബിസിനസ് സ്വന്തമായി ഏറ്റെടുത്ത് നടത്തുവാൻ ഇയാൾക്ക് സാധിക്കും. എന്നാൽ ഈ 20 അല്ല 25 ആവട്ടെ 30 ആവട്ടെ ഏത് പ്രായത്തിലാണെങ്കിലും ഈ ബിസിനസ് തന്റെ ഫാദർ നടത്തിയ ആ ബിസിനസ് ഒരുപക്ഷെ ഫാദറിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിൽ നടത്താൻ പറ്റും. എന്നാൽ അതേ ബിസിനസ് ഇങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുത്താൽ അയാൾ ഇഗ്നോർ ചെയ്യും. അയ്യോ എനിക്ക് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? അവന്റെ കയ്യിൽ ഈ ബ്ലൂ പ്രിന്റ് ഇല്ല, ഇവന്റെ കയ്യിൽ ഈ ബ്ലൂ പ്രിന്റ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ബിസിനസ്മാന്റെ മക്കൾ ആ ബിസിനസ് ഈസി ആയിട്ട് ഏറ്റെടുക്കും. അതേ ബിസിനസ് വേറെ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ അയാളുടെ ബ്ലൂ പ്രിന്റ് ഇല്ല. ഒരു ഡോക്ടറുടെ കുഞ്ഞ് എന്നും ഫാദർ ഇങ്ങനെ പരിശോധിക്കുന്നു, ടെലസ്കോപ്പ് വെക്കുന്നു, ആൾക്കാർ കാണുന്നു, തിരക്ക്, കാറ്. ആ കുഞ്ഞ് +2 കഴിഞ്ഞാൽ വലിയ പ്രയാസമില്ലാത്ത രൂപത്തിൽ ആ കുഞ്ഞ് അതിന് അനുപാതികമായ ഒരു ബ്ലൂ പ്രിന്റ് ഫാദറിനോട് താല്പര്യമാണെങ്കിൽ, അങ്ങനെയുണ്ട്, ശ്രദ്ധിക്കണം.
അതായത് ഒരു കുടിയനായ പിതാവിന്റെ 2 മക്കൾ, മുഴുകുടിയനായ പിതാവിന്റെ 2 മക്കൾ. ഈ 2 മക്കളും ഭാവിയിൽ വലുതായ സമയത്ത് ഒരാൾ മുഴുകുടിയനായി, വേറൊരാൾ തീരെ മദ്യം തൊടാത്ത ആളായി. അപ്പൊ ഈ 2 ആളോട് ചോദിച്ചു, മുഴുകുടിയനായ ഒരുത്തനോട് ചോദിച്ചു, അല്ല നീ എന്താണ് ഇങ്ങനെ മുഴുകുടിയനായത്? അപ്പം പറഞ്ഞു, അച്ഛനെ കണ്ടില്ലേ, അച്ഛനെങ്ങനെ, പിന്നെ ഞാൻ എങ്ങനെ ആവാണ്ടിരിക്കുവോ? അപ്പൊ 2ാമത്തോട് ചോദിച്ചു, തീരെ നീ കള്ള് തൊടുന്നില്ലല്ലോ, എന്താ ഇതിന്റെ കാരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അച്ഛനെ കണ്ടില്ലേ. എന്താണ്? അച്ഛനെ കുടിച്ച് ഈ രൂപത്തിലോട്ട് ദ്രവിച്ചു പോയി, പിന്നെ ഇത് കണ്ടോട് ഞാൻ പിന്നെ കുടിക്കാൻ വേണ്ടി പോവോ? എന്താ അവിടെ സംഭവിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ, ഈ പിതാവുമായി, അതായത് മുഴുകുടിയനായ പിതാവുമായി വൈകാരികമായ അറ്റാച്ചുള്ള കുഞ്ഞാണെങ്കിൽ കള്ള് കുടിച്ചു വരും, ആ സമയത്ത് കടല കൊണ്ടുവരും, മിഠായി കൊണ്ടുവരും, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും, ഇതിന് മകനും അച്ഛനും കൂടി കെട്ടിപ്പിടിക്കും, ഭയങ്കര കമ്പനിയാണ്, വൈകാരികമായിട്ട് അച്ഛനും മകനും തമ്മിൽ ഓക്കെ ആണെങ്കിൽ ഈ മകനും അതേ പ്രോഗ്രാമിംഗ് തന്നെ വരും. ഒരു ഡോക്ടറുടെ മകൻ എപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടൊരു കണക്ഷനിലാണെങ്കിൽ ഈ കുഞ്ഞ് എളുപ്പത്തിൽ ഡോക്ടറാവും. അത് എന്താ പറയാ, മോഡലിങ്ങിലൂടെയാണ്. എന്നാൽ എന്നും ഒരു തിരക്കുമില്ല, ഉപ്പക്ക് ഫുൾ ടൈം ബിസി. എന്തിനാണ് ഈ ഡോക്ടറായിട്ട്, എന്താ പറയാ, മര്യാദയ്ക്കൊന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് ഫാൻ ഇട്ടൊന്ന് വീട്ടിലിരിക്കാനോ സമയമല്ല. എന്തൊരു കഷ്ടം. അപ്പൊ ഇതോടൊരു പ്രതികൂലമായിട്ടുള്ള വൈകാരികതയാണെങ്കിൽ ഈ കുഞ്ഞു ഒരിക്കലും ഡോക്ടർ ആവില്ല. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാണുന്നത് ഒട്ടുമിക്ക ഡോക്ടർമാരുടെയും കുഞ്ഞുങ്ങൾ ഡോക്ടർമാരാകുന്നു, അതിന് കാരണം മോഡലിംഗ് ആണ്. അവർ എത്രയും പെട്ടെന്ന് +2 അവർക്ക് 99.5% മാർക്ക് കിട്ടുന്നു, എൻട്രൻസിൽ അവർ 500 താഴോട്ട് വരുന്നു, പിന്നെ അവർ ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജിൽ തന്നെ അവർക്ക് അഡ്മിഷൻ കിട്ടുന്നു. എനിക്കറിയുന്ന ഡോക്ടേഴ്സിന്റെ, ഒട്ടുമിക്ക ഡോക്ടേഴ്സിന്റെയും മക്കളൊക്കെ ഡോക്ടർമാരാണ്, എഞ്ചിനീയേഴ്സിന്റെ മക്കളൊക്കെ എഞ്ചിനീയർമാരാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് എന്താ പറയാ, മോഡലിംഗ് എന്ന് പറയുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ക്യാൻ യു ഗെറ്റ് ദിസ് ഐഡിയ? അപ്പൊ നമ്മൾ 2 രൂപത്തിൽ പറഞ്ഞു, 2 രൂപത്തിലുള്ള പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തത് വെർബൽ പ്രോഗ്രാമിംഗ്, രണ്ടാമത്തത് മോഡലിംഗ്. അപ്പോ ഈ വെർബൽ പ്രോഗ്രാമിങ്ങും ഈ മോഡലിംഗും ബ്ലൂ പ്രിന്റ് ആയിട്ട് കടന്നു കഴിഞ്ഞാൽ അതല്ലാതെ അതിനപ്പുറം ഒന്നുമേ കാണാൻ കഴിയില്ല, ഒന്നുമേ ചെയ്യാൻ കഴിയില്ല, അതിനപ്പുറത്തേക്ക് ചലിക്കാൻ പോലും ഈ കുട്ടിക്ക് കഴിയില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മൂന്നാമത്തെ എന്താ ചോദിക്കുകയാണെങ്കിൽ, മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്ലൂ പ്രിന്റുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒരു ബ്ലൂ പ്രിന്റ് ആവാനുള്ള മൂന്നാമത്തെ കാരണം, ഏതെങ്കിലും രൂപത്തിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കഴിഞ്ഞ കാല അനുഭവങ്ങൾ അതൊരു ബ്ലൂ പ്രിന്റ് ആയിട്ട് മാറാം. സ്പെസിഫിക് പാസ്റ്റ് ഇൻസിഡൻസ്, പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും കഴിഞ്ഞ കാല അനുഭവങ്ങൾ, അത് നമ്മുടെ ബ്ലൂ പ്രിന്റ് ആയിട്ട് മാറാം. ഉദാഹരണമായിട്ട് ഒരാള് 2 രൂപത്തിൽ വരാം. ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, തന്റെ ഫാദർ ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ട് ഇതെന്നെ കണ്ടോണ്ടിരിക്കുക. അതല്ലെങ്കിൽ ഫാദറിനെ ആരെങ്കിലും വഞ്ചിക്കുകയോ. ഇപ്പോൾ ഞാനൊരിക്കൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒരു ഉന്നതമായ ഒരു ഗസറ്റഡ് ഓഫീസർ, ഏകദേശം 1.5 ലക്ഷം രൂപ സാലറി വാങ്ങുന്ന അതിമിടുക്കനായ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പൈസ ഇല്ല. ഫിനാൻഷ്യലി അദ്ദേഹം ഫുൾ എംപ്റ്റിയാണ്. പൈസ എന്ന് പറഞ്ഞ സാധനം അദ്ദേഹത്തിന്റെ കയ്യിൽ നിൽക്കില്ല. അപ്പൊ അദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തെ ഒരു ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കിയപ്പോൾ, ഡീപ്പ് ലെവലിലോട്ട് കൊണ്ടുപോയപ്പോൾ, ഇദ്ദേഹം 4ാം ക്ലാസ്സിലെങ്ങാനും പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഫാദറിന്റെ സഹോദരിയുടെ ഭർത്താവ്, അങ്കിൾ, ഇദ്ദേഹത്തിന്റെ ഫാദറിന്റെ പണം മുഴുവനും ഏതോ ഒരു ബിസിനസിന് പേര് പോയി അടിച്ചു മാറ്റി. ഫാദർ വളരെ പോവർട്ടിയിൽ, അവർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, ദരിദ്രമായ അവസ്ഥ. ആ അവസ്ഥയെക്കുറിച്ച് ഈ ആള് ആ ഏജിൽ പോയിട്ട് പറയുകയും, അതേപോലെ തന്നെ തൻ്റെ അങ്കിളിനെ പൂരത്തറി, ഒരു മാന്യനായ വ്യക്തിയാണ് പുള്ളി, ഇപ്പൊ അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ട്, ഒരു മാന്യനായ വ്യക്തിയാണ്. ഗസറ്റഡ് ഓഫീസർ ആകുമ്പോൾ അത്യാവശ്യം പ്രായമാവും, മീൻസ് ഒരു താഴ്ന്ന ജോലിയിൽ നിന്നും ഒരു LD ഒക്കെ ആയിട്ട്
ഒരു ഗസറ്റർ ആകുമ്പോഴേക്കും അത്യാവശ്യം പ്രായമാവും. അതല്ലാതെ ഗസറ്റർ പോസ്റ്റ് നേരിട്ട് പോകുന്ന ആൾക്കാരല്ലാതെ. അപ്പോ ഈ ആള് തന്റെ അങ്കിളിനെതിരെ പൂരത്തെറി പറയാണ്. അപ്പോ ഇങ്ങനെയുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ അതൊരു ബ്ലൂ പ്രിന്റ് ആയിട്ട് അവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ അത് നമുക്കുണ്ടായാലും, ഉദാഹരണമായിട്ട് ഒരാൾ ഒരു ബിസിനസ് ചെയ്തു, പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ? പുള്ളിക്കാരന്റെ ഉള്ളിൽ ഒരു ബ്ലൂ പ്രിന്റ് വരും. നയാ പൈസ ഒരാൾക്കും കൊടുത്തു പോകരുത്. ഷെയർ മാർക്കറ്റിൽ പണം ചെലവഴിക്കരുത്. മനസ്സിലായോ? ഒരുത്തനെയും വിശ്വസിക്കരുത്. എപ്പോഴും നല്ലത് മോനെ, ഒരു 10,000 രൂപയാണ് സാലറി എങ്കിൽ അതാ മോനെ നല്ലത്. എന്നാൽ ധൈര്യമായിട്ട് കഞ്ഞി കുടിക്കാലോ. മനസ്സിലായില്ലേ? ബിസിനസ് ഒന്നും ചെയ്യാൻ പാടില്ല, അത് ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനെ പറയാൻ കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഇത് അയാളുടെ മനസ്സിൽ ആ ബ്ലൂ പ്രിന്റിന്റെ കാരണമാണ്. ഒരു പ്രത്യേക അനുഭവത്തിൽ നിന്നും ഈ സംഭവം വരുന്നതാണ്. അവർ ഒരിക്കലും ബിസിനസ്സിന് ശ്രമിക്കുകയില്ല. അവർക്ക് ടാലന്റ് ഉള്ള, അവർക്ക് സാധ്യതയുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഇവരോട് പറയുകയാണെങ്കിൽ, ഇങ്ങനെ ബിസിനസ് നിങ്ങൾ ചെയ്തു നോക്കൂ എന്ന് പറയുകയാണെങ്കിൽ, വേണ്ട മോനെ, വേണ്ട മോനെ, വേണ്ട മോനെ, വേണ്ട മോനെ. കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഇത് ഇദ്ദേഹത്തിന്റെ ബ്ലൂ പ്രിന്റ് ആണ്. അതുപോലെ തന്നെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. മാതാപിതാക്കൾ ബിസിനസ് ചെയ്ത് തകർന്ന ആ ചിത്രം, അത് ഏതെങ്കിലും രൂപത്തിൽ നേരത്തെ പറഞ്ഞു, ടീച്ചേഴ്സിൽ നിന്ന്, അതുപോലെ നാട്ടുകാരിൽ നിന്ന്, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സ്പെഷ്യൽ ഇൻസിഡൻസ് ആണ് ഒരു വ്യക്തിയുടെ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുവാൻ കാരണമായിട്ടുള്ള മൂന്നാമത്തെ കാരണം. അപ്പൊ നമ്മൾ 3 കാരണങ്ങൾ പറഞ്ഞു. ഒന്ന്, വാക്കുകൾ കൊണ്ടുള്ള ബ്ലൂ പ്രിന്റ്. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന വാക്ക്, നമ്മുടെ മക്കളെ മുഖത്ത് നോക്കി ഒരിക്കലും കുരുത്തം കെട്ടവനെ എന്ന് പറയരുത്, കൊള്ളാത്തവനെ എന്ന് പറയരുത്, മഠയ എന്ന് പറയരുത്, നീ ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്ന് പറയരുത്. അതൊക്കെ നമ്മൾ പറയുമ്പോൾ, ഒരു തവണ പറയുമ്പോൾ ഒന്നും പ്രശ്നം ഉണ്ടാവുന്നല്ല ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് വൈകാരികമായി എപ്പോഴൊക്കെ നമ്മൾ ചൂടാവുന്നു അപ്പോഴൊക്കെ പറയും ചില ആൾക്കാർ. കാരണം ഈ വലിയ ആള്, അയാളുടെ കാഴ്ചപ്പാടിൽ, ഞാൻ പറഞ്ഞല്ലോ, അയാളുടെ കാഴ്ചപ്പാടിൽ അയാൾ പറയുന്നത് ശരിയാണ്. ഈ കുട്ടി പൊട്ടനാണ്, അയാളുടെ കാഴ്ചപ്പാടിൽ പൊട്ടനാണ്, മറ്റേ ആളുടെ അത്രയും കമ്പാരിറ്റീവ്ലി ഉഷാറല്ല, ശരിയാണ്. കാരണം ഇയാൾ ഈ കുഞ്ഞ് നോക്കുമ്പോൾ വലിയൊരു പർവ്വതമാണ്. ആ പർവ്വതമാണ് ഭയങ്കര ശബ്ദത്തിൽ, ആ വീടിന്റെ കിച്ചണോ അല്ലെങ്കിൽ ആ വീടിന്റെ റൂമോ ഒക്കെ പ്രകമ്പനം കൊള്ളുന്ന ശബ്ദത്തിൽ പറയുന്നത്. അതൊക്കെ ഉപബോധ മനസ്സിലങ്ങ് പോവും. അത് കൃത്യമായിട്ട് വെർബലി അങ്ങ് ആ വാക്കുകളായിട്ട് തന്നെ ഉണ്ടാവും. ഇപ്പോഴും നമ്മൾ കണ്ടില്ലേ, പല ആൾക്കാരോട് നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏത് ഹോട്ടലിലാണ് കയറുക? ഏത് ഹോട്ടലിലാണ് കയറുക? എൻ്റെ ചില സുഹൃത്തുക്കൾ പറയും, കാറും കൊണ്ടുപോകുന്ന സമയത്ത് നല്ല ഹോട്ടലിൽ വന്ന് പെട്ടെന്ന് സ്കിപ്പാവും, കാരണം ഇവിടെ പാർക്കിംഗ് സൗകര്യം ഇല്ല. എന്നിട്ട് ഏതെങ്കിലും ലൊട്ടിലൊടുക്ക് ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് കയറ്റും. എന്താ കാരണം? ഹോട്ടലിൽ കയറുകയാണെങ്കിൽ ക്യാഷ് കൂടുതൽ മുടക്കേണ്ടി വരും, ഇവിടെ കുറഞ്ഞ ക്യാഷ് മതിയല്ലോ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള എന്താ പറയുക, ഈ ലക്ഷറി, നമ്മളൊക്കെ പാവങ്ങളാണ്, ദരിദ്രം, എപ്പോഴും താഴോട്ട് ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ മോഡലിംഗിൽ വരും, വാക്കുകൾ വെർബലിൽ വരും. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അനുഭവങ്ങൾ, എന്താ പറയാ, അതും ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ട് മാറും. ഇനി നമുക്ക് ഇതിൽ നിന്നും കയറണം. മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, നമ്മളതൊക്കെ മനസ്സിലാക്കി. നമുക്ക് ഇതിൽ നിന്നും പുറത്തോട്ട് വരണം. ആർ യു വിത്ത് മീ മൈ ഡിയർ ഫ്രണ്ട്സ്? യെസ് ഓർ നോ? മനസ്സിലായില്ലേ? 3 മനസ്സിലായോ? പ്ലീസ് ടൈപ്പ്. 3 മനസ്സിലായ ആൾക്കാരും ടൈപ്പ് ചെയ്തേ. 3 മനസ്സിലായ ആൾക്കാർ ടൈപ്പ് ചെയ്തേ. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഈ ലോകത്ത് പണമില്ലാത്തത് കൊണ്ടോ, ഈ ലോകത്ത് സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടോ, ഈ ലോകത്ത് അവസരങ്ങളില്ലാത്തത് കൊണ്ടോ, നമുക്ക് സന്തോഷിച്ചുകൊണ്ട് കളിച്ച് രസിച്ച് ഉല്ലസിച്ച് ജീവിക്കുവാനുള്ള എല്ലാ അവസ്ഥകളും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഒന്നുമല്ല നമുക്കിത് കിട്ടാത്തത്. നമ്മുടെ ഉള്ളിൽ ഈ രൂപത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഇനി നമുക്ക് വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ പറയാം, എങ്ങനെ നമുക്ക് ഈ ബ്ലൂ പ്രിന്റിനെ മാറ്റാം. ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ. ഒത്തിരി ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. എന്താ പറയാ, യെസ്, അതിന് ശേഷം പറയാം. നമുക്ക് എങ്ങനെ നമുക്ക് ഈ ബ്ലൂ പ്രിന്റിനെ മാറ്റാം? ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം.
ബ്ലൂ പ്രിന്റ് എങ്ങനെ മാറും എന്നതിന് 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തത്, നമ്മുടെ ലൈവ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അവരോടൊക്കെ ഞാൻ ചോദിക്കും, നിങ്ങൾ നിങ്ങളുടെ കൈകളെ ഒന്ന് ഇങ്ങനെ ഒന്ന് വിടർത്താൻ വേണ്ടി പറയും. അപ്പൊ അവർ പറയും, സർ വിടർത്താം. ഞാൻ ചോദിക്കും, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് എത്ര വരെ നിങ്ങളെ കൈകളെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും? അപ്പൊ അവർ പറയും ഇത്രേ പറ്റൂന്ന് പറയും. ഓക്കെ, നിമിഷ നേരം കൊണ്ട് ഒരു പ്രത്യേക ട്രാൻസിലോട്ട് കൊണ്ടുപോയിട്ട് സജഷൻ കൊടുത്തതിന് ശേഷം അവരോട് കൈകളെ ഞാൻ ഇങ്ങനെയാക്കാൻ വേണ്ടി പറയുമ്പോൾ അവർ എത്ര ദൂരമാണ്, എത്ര രൂപത്തിലാണോ വൈഡ് ആക്കിയത് അതിനേക്കാളും ഒരു 5-10 സെന്റിമീറ്റർ അപ്പോൾ തന്നെ വ്യത്യാസം വരും. വീണ്ടും ട്രാൻസിലോട്ട് കൊണ്ടുപോയിട്ട് സജഷൻ കൊടുക്കും, എന്നിട്ട് വീണ്ടും ചെയ്യാൻ വേണ്ടി പറയും. അപ്പൊ നേരത്തെ അതിനേക്കാളും വീണ്ടും 5-10 വീണ്ടും എക്സ്പാൻഡ് ആവും. അപ്പോ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ, നമ്മളെ ബ്ലൂ പ്രിന്റ് മാറണമെങ്കിൽ പുതിയ അറിവുകൾ ഉള്ളിലോട്ട് കയറും. ഞാൻ വേറൊരു ഉദാഹരണം പറയാം, ഒറ്റ ഉദാഹരണം. 1953 നമുക്ക് എല്ലാവർക്കും അറിയാം, എഡ്മണ്ട് ഹിലാരിയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും എവറസ്റ്റ് കീഴടക്കിയത്. 1953 മെയ് 18 എന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. അപ്പോ അതുവരെ ഒരാളും ഈ പറയപ്പെട്ട എവറസ്റ്റ് കീഴടക്കിയിട്ടില്ല. ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ടൈം. ആദ്യ തവണയാണ് എവറസ്റ്റ് കീഴടക്കുന്ന, ആദ്യ തവണയാണ്. പഠനം പറയുന്നത് അവര് കീഴടക്കിയതിനു ശേഷം അതേ വർഷം തന്നെ ഒരു 10-30ഓളം ആളുകൾ എവറസ്റ്റ് കീഴടക്കി. വരും വർഷങ്ങളിൽ 100 കണക്കിന് ആളുകൾ. ഇപ്പോൾ എവറസ്റ്റ് കീഴടക്കിയവർക്ക് ഒരു നിലയും വിലയില്ല. എന്താ കാരണം? ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടായിരുന്നു. എവറസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 8-9 കിലോമീറ്റർ മുകളിലോട്ട്. 8-9 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മേഘങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഓക്സിജൻ പോലും കിട്ടാത്ത അവസ്ഥയാണ്. 8-9 കിലോമീറ്റർ മുകളിലോട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഒരു മനുഷ്യന് കയറാൻ പറ്റില്ല എന്നൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടായിരുന്നു. ഈ ബ്ലൂ പ്രിന്റ് എഡ്മണ്ട് ഹിലാരിയും മറ്റേ പേര് എഡ്മണ്ട് ഹിലാരിയും നോർഗസോ, എനിക്ക് അവരുടെ പേര് ഓർമ്മ കിട്ടുന്നില്ല, രണ്ടുപേരും കൂടിയാണ് ചേർത്ത് കീഴടക്കിയത്. ഈ ബ്ലൂ പ്രിന്റ് ഇവർ പൊട്ടിച്ചപ്പോ ഇത് നടക്കൂലേ, ഓ കയറി. മനസ്സിലായോ? ആര് വരെ കയറി? അരുണിമ സിൻഹ എന്ന് പറയുന്ന ഒരു ലേഡിയുണ്ട്. ആ ലേഡിയുടെ ആഗ്രഹം, ആ ലേഡി ഒരിക്കലും ഇങ്ങനെ ട്രെയിൻ യാത്ര ചെയ്തു പോകുന്ന സമയത്ത്, നിങ്ങളെല്ലാവരും കേട്ട കഥയാണ്, ഞാൻ വീണ്ടും ആവർത്തന വിരസതയായിട്ട് പറയുന്നില്ല, എല്ലാവരും പറയുന്ന ഒരു കഥയാണ്. അവരുടെ ഈ എന്താ പറയാ ഈ പണം ചോദിച്ചു വരുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ ട്രെയിനിൽ, എന്താണ് അവരെ പറയാ, ശിഖണ്ഡികൾ എന്നോ നമുക്ക് പറയാം. ഇവർ പൈസ ചോദിച്ചു വന്നപ്പം അരുണിമ സിൻഹ പറഞ്ഞു ഞാൻ പൈസ തരൂല പറഞ്ഞു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമായി, അങ്ങനെ അടിയായി, പ്രശ്നമായി. അവസാനം ഇവരെ ഗ്യാങ് എല്ലാം കൂടി വന്ന് അരുണിമ സിൻഹ എന്ന് പറയുന്ന ലേഡിയെ അടിച്ച് ട്രെയിനിന് പുറത്തിട്ടു. ദൗർഭാഗ്യവശാൽ ഈ ലേഡി പാളത്തിൽ വീണു. അവരുടെ വലത്തേക്കാൽ പാളത്തിൽ കുടുങ്ങി. ട്രെയിനിന്റെ സകല ടയറുകളും അതിലൂടെ കയറി ഇറങ്ങി. അവസാനം കാല് അറ്റു. മാസങ്ങളോളം ഹോസ്പിറ്റലൈസ്ഡായി. നിങ്ങൾക്കറിയാം, കഥ നിങ്ങൾ കേട്ട് കാണും. അപ്പൊ ഈ ലേഡി ഹോസ്പിറ്റലിൽ കടന്നുകൊണ്ട് ആ ലേഡി ഒരു തീരുമാനം എടുത്തു, ഞാൻ എവറസ്റ്റ് കീഴടക്കും. വെപ്പുകാല് വെച്ചുകൊണ്ട് ഈ ലേഡി എവറസ്റ്റ് കീഴടക്കി. നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ അറിയാം. അപ്പോ ആദ്യമായിട്ട് വെപ്പുകാൽ വെച്ച്, അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു പരിപൂർണ ശാരീരിക അവയവങ്ങൾ ഇല്ലാത്ത കൂട്ടത്തിലുള്ള ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ ആളാണ് എഡ്മണ്ട് ഹിലാരി. എങ്ങനെ സാധിച്ചു? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് സാധ്യമാണ് എന്ന ഒരു ബ്ലൂ പ്രിന്റ് അവിടെ കൊടുത്തപ്പോ അവർക്ക് സാധ്യമായി. ഒന്നുകൂടി ഞാൻ പറയാം, 1954 വരെ ലോകത്തെ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എല്ലാ ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്,
1 കിലോമീറ്റർ എങ്ങാനും 4 മിനിറ്റ് കൊണ്ടെങ്ങാനും ഓടിക്കഴിഞ്ഞാൽ അതോടുകൂടി ഹൃദയം പൊട്ടും, ശ്വാസകോശത്തിന് തകരാറുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1954 വരെ ഒരാളും 4 മിനിറ്റിന്റെ ഉള്ളിൽ 1 കിലോമീറ്റർ ഓടി തീർത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ റോജർ ബാരിസ്റ്റർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 3 മിനിറ്റും 50 സെക്കൻഡും കൊണ്ടും 1 കിലോമീറ്റർ ഓടിയപ്പോ അതേ വർഷം തന്നെ 50ഓളം ആൾക്കാർ പിന്നെ ഓടി. അടുത്ത വർഷം 300. ഇപ്പൊ എല്ലാവരും ഓടും, അതിനേക്കാൾ താഴോട്ട് വന്നു. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ബ്ലൂ പ്രിന്റ് അനുസരിച്ചല്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ ബ്ലൂ പ്രിന്റ് തിരിച്ചറിഞ്ഞ് അതിന് തിരിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്താൽ, ഞാൻ അതിനുള്ള ഒരു ടെക്നിക്ക് ഇപ്പോൾ പറഞ്ഞു തരും. ആ ടെക്നിക്ക് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു നല്ലൊരു ഓഫറും തരുന്നുണ്ട്. അതൊക്കെ കേട്ടതിന് ശേഷം എല്ലാവരും ലെഫ്റ്റായി പോയാൽ മതി. അപ്പോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരാള് പുതിയതായിട്ട്, ഒത്തിരി ആൾക്കാർ പുതിയ വന്നിട്ടുണ്ട്. ഈ പറയപ്പെട്ട ഹാപ്പി പാർക്കിലൂടെ വന്നതിന് ശേഷം ബ്ലൂ പ്രിന്റിൽ മാറ്റം വന്ന, ജീവിതത്തിൽ മാറ്റം വന്ന പുതിയ ഒരാൾക്ക് ഇപ്പോൾ സംസാരിക്കാം. കാരണം ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. സംസാരിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ച്, ഇത് മാറ്റാൻ പറ്റോ ഇല്ലേ എന്നത്. കാരണം പുതിയ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്, അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് സംസാരിച്ച്. എനിവൺ മൈക്ക് ഓൺ ആക്കി സംസാരിക്കണം. സംസാരിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ? പ്ലീസ് ടെൽ മീ. സംസാരിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ? ഓക്കെ, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ശരി, ഒരാൾ സംസാരിച്ചേ. കഴിഞ്ഞ EFTയിലൊക്കെ പങ്കെടുത്തതിന് ശേഷം ബ്ലൂ പ്രിന്റിൽ മാറ്റമുണ്ടാകുകയും ജീവിതത്തിൽ മാറ്റമുണ്ടാകുകയും ചെയ്ത ഒരാൾ, പ്ലീസ് കം ടു മൈക്ക് പോയിന്റ്. ഹലോ സാറേ, ഞാൻ പന്നിക്കോട് നിന്നാണ്. പറയൂ. ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നതെങ്കിലും എന്റെ മകളുടെ ഒരു സംഗതിയാണ് ഇതിലൂടെ പറയുന്നത്. അപ്പൊ നമ്മള് പിന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ പങ്കെടുത്തു. അന്ന് EFT ഒക്കെ അവിടുന്ന് ഒരുപാട് പ്രാക്ടീസ് ചെയ്തു. അന്ന് ഉണ്ടായിട്ടുള്ള ഫസ്റ്റ് അനുഭവം എന്താന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് പങ്കുവെച്ചിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയാണ്. അന്ന് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് മോളുടെ മൈഗ്രെയിന്റെ വിഷയമായിരുന്നു. ഞങ്ങൾ അന്ന് അവിടുന്ന് കാര്യമായിട്ട് ഞങ്ങൾ വന്നത് മൈഗ്രെയിന്റെ പ്രശ്നമായിട്ടാണ്. അപ്പോ അന്ന് തിരിച്ചു വരുന്ന സമയത്ത് തന്നെ യാത്രയില് ഒരുപാട് റഷ് ആയിട്ടുള്ള ബസ്സിൽ പോന്നിട്ട് പോലും മകൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ടൊക്കെ വീട്ടിലെത്താൻ പറ്റിയതാണ് ഞങ്ങളുടെ ഫസ്റ്റ് അനുഭവം. അതിനൊക്കെ കവച്ചു വെച്ചുകൊണ്ട് ഇപ്പൊ 2 ദിവസം മുമ്പൊക്കെ പെട്ടെന്ന് രാത്രിയില് ഒരു തലവേദന മീൻസ് സാധാരണ രീതിയിലുള്ള മൈഗ്രെയിന്റെ പ്രശ്നം അല്ല എന്നാണ് അവള് പറയുന്നതെങ്കിലും അസഹ്യമായ വേദന. എന്ത് ചെയ്യണം എന്നറിയില്ല. രാത്രി 12:30 മണിയാണ് സമയം. മഴ പെയ്യുന്നുണ്ട്, പുറത്ത് പോകാനൊരു ഇടമല്ല. രാത്രിയിൽ ഏത് ഹോസ്പിറ്റലിൽ പോകുന്ന അറിയില്ല. അങ്ങനെ ടെൻഷൻ അടിച്ച് എന്റെ കയ്യിലുണ്ടായിരുന്ന പെയിൻ കില്ലർ എടുത്ത് ഞാൻ കൊടുത്തു. കാരണം എനിക്ക് വേറെ വഴിയില്ല എന്റെ മുന്നിൽ. അതുകൊണ്ട് അപ്പൊ EFT ഒന്നും മനസ്സിലേക്ക് പെട്ടെന്ന് വന്നിട്ടില്ല. പിന്നീട് തന്നെ പെട്ടെന്ന് കുറച്ച് സമയത്ത് ഒരു 1/4 മണിക്കൂർ ടൈം ഞാൻ വെയിറ്റ് ചെയ്തിട്ടും ഒരു കുറവും പെയിനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മോളോട്, നമുക്ക് EFT ചെയ്യാം. അങ്ങനെ EFT അവക്ക് പറയാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല, അത്രയ്ക്കും പെയിനാ. അപ്പൊ EFTയുടെ വാക്കുകൾ ഞാൻ പറഞ്ഞു കൊടുത്തു. അവളത് കേട്ടുകൊണ്ട് 3 തവണ ചെയ്തു. പിന്നെ മെന്റലും കൂടെ അങ്ങ് ചെയ്തതോട് കൂടി എന്താണ് സംഭവിച്ചത് നമുക്ക് തന്നെ അറിയില്ല. ആളങ്ങ് ഉറങ്ങിയിട്ട് രാവിലെ 9 മണിക്കാണ് എഴുന്നേറ്റത്. അപ്പൊ അത് വലിയൊരു ഒരു മിറാക്കിൾ പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പൊ നമുക്ക് ഇതിലൂടെ ഇതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പൊ ഏതായാലും വളരെ ഫലവത്തായിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ഇത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മോളിപ്പോ സ്കൂളൊക്കെ പോക്ക് തുടങ്ങിയോ? ഇല്ല, സ്കൂളിൽ പോയിട്ടില്ല. ഏതായാലും അൽഹംദുലില്ലാ അവള് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെന്ന്. +1 അല്ലേ? വെരി ഗുഡ്. അതിന് ബില്ലിംഗ് ആയി? ബില്ലിംഗ് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് മനസ്സ് സെറ്റായി വരാനുണ്ട്. എന്നാലും പിന്നെ ഞാൻ തയ്യാറാണ് എന്നുള്ള രൂപത്തിൽ പറഞ്ഞു. അപ്പൊ നോക്കണം നിങ്ങൾ, അത് എത്ര വർഷം പഴക്കമുണ്ടായിരുന്നു ഈ ഒരു മൈഗ്രെയിനും ഈ പ്രശ്നങ്ങൾ എത്ര വർഷം പഴക്കമുണ്ടായിരുന്നു? പഴക്കം എന്ന് വെച്ചാൽ മൈഗ്രെയിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം എന്ന് വെച്ചാൽ അവള് സംസാരിച്ച് തുടങ്ങുന്ന പ്രായം കഴിഞ്ഞ
തുടങ്ങിയ ആ ടൈം മുതലേ തലവേദനയുടെ പ്രശ്നം വെക്കുന്നുണ്ട്. പക്ഷെ മൈഗ്രെയിൻ ആണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരുപാട് ട്രീറ്റ്മെന്റ് നടത്തി. അലോപ്പതി, ആയുർവേദം, യുനാനി, ഹോമിയോ ഈ വക സംഗതികളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പം അതിലൊക്കെ താൽക്കാലിക ശമനം ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടാതെയും വരും. ഉറക്കമില്ലാത്ത പ്രശ്നമായി അങ്ങനെയൊക്കെ വന്നിരുന്നു. ഇപ്പൊ ഏതായാലും ഒരുപാട് ബെറ്റർ ആണ്. 100% പെർഫെക്റ്റിലേക്ക് എത്തി നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതുമാത്രം ടൈം ആയിട്ടില്ല. ഓക്കെ ഇപ്പൊ ഒരു 2-3 ആഴ്ചയിലേ ആവുന്നുള്ളൂ. അപ്പൊ 2-3 മാസം കൂടെ തുടർച്ചയായിട്ട് പോയാൽ തന്നെ പരിപൂർണ മാറ്റം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വെരി ഗുഡ്, വളരെ സന്തോഷം. 3 ആഴ്ചയല്ലല്ലോ, നിങ്ങൾ ആദ്യത്തെ ബേസിക് പങ്കെടുത്തിട്ട് ഇപ്പൊ 1 മാസം കഴിഞ്ഞില്ലേ? 1 മാസം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞു. അത് എന്തെന്ന് ഡേറ്റ് 1 മാസം കഴിഞ്ഞു, ബേസിക് കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞു. ആ ഒരു കഴിഞ്ഞു. മാസം. ഓക്കെ 1 മാസം. ആ മെയ് 5-നാണ് പങ്കെടുത്തത്. ഇപ്പൊ ഇന്ന് എത്രയായി? ഡേറ്റ് ആണോ? മാറിപ്പോയി, മറന്നുപോയതാ. ഡേറ്റ് മെയ് 15 മനസ്സിൽ വന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ ശരി. ഏതായാലും വളരെ സന്തോഷം. ഇത്രയും കാലം ഉറങ്ങാത്തത് ഉറങ്ങി. അപ്പം ഇതിൽ ഇടപെടാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജോസഫ് സാറിന്റെ വൈഫുണ്ട്, ഉറക്കുമായി ബന്ധപ്പെട്ട്. അവരിവിടെ ഉണ്ടോ മേഡം? സാറേ അവർക്ക് കേൾക്കാമോ? മോഹൻ ജോസഫ് സാറെ വൈഫ് അവിടെ ഉണ്ടോ? ഉറക്കം ഇപ്പൊ എങ്ങനെയുണ്ട്? ഉറക്കം ഇതൊരു ചെറിയ സംഭവമാണോ പ്രിയപ്പെട്ടവര്? ഞാൻ 10 മണിയാകുമ്പോ കിടന്നാ രാവിലെ ഉണരും. രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നന്നായി ഉറങ്ങും. ദൈവം എനിക്ക്. ഒന്ന് ക്ലാപ്പ് കൊടുത്തേ മാഡിയ ഫ്രണ്ട്സ്. എങ്ങനെയായിരുന്നു നേരത്തെ? എത്ര മാസമായി EFT പങ്കെടുത്തിട്ട്? എത്ര മാസമായി? 3-4 മാസമായില്ലേ? ആയി. അയ്യോ, എന്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങത്തേ ഇല്ല. ഒരു വട്ട് പിടിച്ചവരെ പോലെ ഇങ്ങനെ പെരക്കകത്തോടെ നടക്കുക. എപ്പോഴാ ഉറങ്ങുന്നേ അങ്ങനെ വിചാരിച്ചു മരുന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ട്, എന്നാലും ഉറങ്ങത്തില്ല. അങ്ങനെയായിരുന്നു. ഇപ്പൊ ഞാൻ 10 മണിയായപ്പോ ഇപ്പൊ ഉറക്കം വന്നോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞെന്താ ചോദിക്കുകയാണെങ്കിൽ, ഉറക്കം എന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നത് 3-4 മാസമായി, 4-5 മാസമൊക്കെ ആയി കാണും. ജനുവരി 14, 28. ജനുവരി 14. ജനുവരി 14 എറണാകുളത്ത്. ജനുവരി 14 ജനുവരി ആയി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 4 മാസമായി. ഇനി ഒരിക്കലും തിരിച്ചു പോക്കില്ല, പൂർണ്ണമായിട്ടത് മാറി. അപ്പൊ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിൽ ഇടപെടാൻ പറ്റുമോ? സാറേ കേൾക്കുന്നില്ല, പറയൂ ജോസഫ് സാർ. കേൾക്കുന്നില്ല. ഇപ്പൊ ഉറങ്ങി ആളിപ്പോ മെഡിറ്റേഷൻ 6 മണിക്ക് എഴുന്നേക്കാതെ. ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. ഇത് തന്നെയാണ് ഹാപ്പി പാർക്കിന്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം ഒരു മനുഷ്യന്റെ ലൈഫിൽ ഉറങ്ങാൻ പറ്റാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ദുരന്തമുണ്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഇതിലും വലിയൊരു ദുരന്തമുണ്ടോ? അപ്പോ അത് ഏത് പ്രായത്തിലും സാധ്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ആദ്യം നമ്മുടെ പ്രശ്നം നമ്മൾ തിരിച്ചറിയുക. ഞാനൊരു സൊല്യൂഷൻ തരാൻ വേണ്ടി പോവാണ് ഇപ്പോൾ. ഈ ബ്ലൂ പ്രിന്റിനെ മാറ്റാൻ വേണ്ടി ഒരു കുഞ്ഞു സൊല്യൂഷൻ, കാരണം ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഒരു കുഞ്ഞു സൊല്യൂഷൻ തരാൻ പോവാണ്. അപ്പോ നമ്മൾ ഈ ഒരു സംഭവങ്ങളൊക്കെ കേട്ടു. ഇപ്പൊ ഞാൻ 1-2 ആൾക്കാരോടൊക്കെ പറയിപ്പിക്കാൻ കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, എല്ലാവർക്കും ഇത് സാധ്യമാണ്. വേദന മാറ്റാനും, പ്രശ്നങ്ങൾ മാറ്റാനും, ഉറക്കമില്ലായ്മ പോക്കാനും, ആൻസൈറ്റി ഇല്ലാതെയാക്കാനും ഒക്കെ ഇത് സാധ്യമാണ്. ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ ആദ്യം, ടു ചേഞ്ച് യുവർ ബ്ലൂ പ്രിന്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് യു ഹാവ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ തിരിച്ചറിയുക എന്നാണ് ഒന്നാമത്തെ കാര്യം. അതേപോലെ തന്നെ ഇതിനെ പൊട്ടിച്ചെറിയുവാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇതിനെ പൊട്ടിച്ചെറിയാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ആക്ടിവിറ്റി, നിങ്ങൾക്ക് നിങ്ങളുടെ അലാറം, മൊബൈൽ അലാറം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അലാറം സെറ്റ് ചെയ്യാം. 3 സമയം സെറ്റ് ചെയ്യാം. രാവിലെ 9 മണി, വൈകുന്നേരം 5 മണി, രാത്രി 9 മണി. രാവിലെ 9 മണി, വൈകുന്നേരം 5 മണി, രാത്രി 9 മണി. ഇങ്ങനെ 3 സമയം സെറ്റ് ചെയ്ത് 9 മണി അടിക്കുന്ന സമയത്ത് സ്വയം പറയാം, എന്നിൽ മാറ്റം കൊണ്ടുവരുവാൻ സാധ്യമാണ്. മാറ്റം സാധ്യമാണ്. മാറ്റം സാധ്യമാണ്. എനിക്ക് മാറാൻ സാധ്യമാണ്. എനിക്ക് പുതിയ ജീവിതം, എനിക്ക് പുരോഗതിയിലോട്ട് പോകുവാൻ സാധ്യമാണ്.
ഇങ്ങനെ ഒരു 4-5 തവണ സ്വയം പറയുക. 5 മണിക്ക് അലാറം അടിക്കും, അപ്പോഴും മാറ്റം എനിക്ക് സാധ്യമാണ്. കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങളെ ബോധ്യപ്പെടുത്തുക. ഒരു കാര്യം ആദ്യം നമുക്ക് ബോധ്യപ്പെടണം, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ഒരു 2-3 ആഴ്ച ചെയ്തു നോക്കും, അപ്പോൾ തന്നെ കാണാൻ മാറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഓഫർ ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോവാണ്. അതേപോലെ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് തികച്ചും സൗജന്യമായിട്ട് നമ്മുടെ ക്ലാസ് നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും പങ്കെടുക്കുമ്പോൾ ഇതേ രൂപത്തിൽ മനസ്സിനെ ട്രാൻസ്ലോട്ട് കൊണ്ടുപോയിട്ട് മനസ്സിനോടാണ് സംസാരിക്കുന്നത്. അതും നമ്മുടെ ബ്ലൂ പ്രിന്റ് മാറുവാൻ ഒരു കാരണമാണ്. നമ്മൾ ഈ ജോസഫ് സാറും വൈഫും ഒക്കെ, അവരൊക്കെ ഹാപ്പി പാർക്കിന്റെ എല്ലാ കോഴ്സുകളിലും അവർക്ക് സാധ്യമാകുന്നത് മുഴുവൻ അവർ പങ്കെടുക്കുകയും ഡെഡിക്കേറ്റ് ആവുകയും ചെയ്തു. അതുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടത് എന്താ? അവർക്ക് നഷ്ടപ്പെട്ടത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഉറക്കമില്ലായ്മ നഷ്ടപ്പെട്ടു, ടെൻഷൻ നഷ്ടപ്പെട്ടു, അമിത ചിന്ത നഷ്ടപ്പെട്ടു. കിട്ടിയതെന്താ? നല്ല ഉറക്കം കിട്ടി, സന്തോഷം കിട്ടി, സുഖം കിട്ടി, പുരോഗതി കിട്ടി. ഇത് തന്നെയാണ് എല്ലാവർക്കും കിട്ടുക. അതുകൊണ്ട് അതെല്ലാവരും ചെയ്യുക. എല്ലാ ദിവസവും മെഡിറ്റേഷനിൽ പങ്കെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ ഈ ഒരു അലാറം വെച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഞാനൊരു ഓഫറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ വേണ്ടി പോവാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത്രയും പറഞ്ഞ വ്യക്തമാണോ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ഈ ആക്ടിവിറ്റി പറഞ്ഞത് വ്യക്തമാണോ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ആക്ടിവിറ്റി പറഞ്ഞത് വ്യക്തമാണോ? പ്ലീസ് ടൈപ്പ്. ഓക്കെ, ശരി, വെരി ഗുഡ്, വെരി ഗുഡ്, സന്തോഷം.